ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേനൽക്കാലമൊക്കെ ആയിട്ട് നല്ല ചുട്ട് പഴുക്കുന്ന ചൂടാണ് ഇപ്പം. ശരിക്കും പറഞ്ഞാൽ ഈ ചൂട് കാരണം നമ്മൾ വല്ലാതെ ക്ഷീണിച്ച് പോവുക. ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ആയിട്ട് എൻ്റെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കാൻ തുടങ്ങി. അല്ല, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ അപ്പോൾ കുറച്ച് ടിപ്സ് കണ്ടുപിടിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ സമ്മർ സെൽഫ് കെയർ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് എ ഗുഡ് സ്ലീപ്പ്. യു വോണ്ട് ബിലീവ് ഹൗ മച്ച് ദിസ് ഹാസ് ഹെൽപ്പ്. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ഡേ നമ്മുടെ ബോഡി നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഞാനത് അനുഭവിച്ചറിഞ്ഞ ആളാട്ടോ. ഒരു 7 to 8 hours സ്ലീപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ ട്രസ്റ്റ് മീ, നല്ല എനർജി നമുക്ക് നെക്സ്റ്റ് ഡേ. സെക്കൻഡ് സ്റ്റെപ്പ് ഹൈഡ്രേഷൻ. വെള്ളം കുടിച്ചിട്ട് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഡീഹൈഡ്രേഷൻ നമുക്ക് ക്ഷീണവും തലകറക്കവും ഒക്കെ ഉണ്ടാക്കും. നമ്മുടെ ഒരു ദിവസത്തെ തന്നെ ഇല്ലാതാക്കുന്ന കഴിവ് പുള്ളിക്കാരനുണ്ട്. സോ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് തന്നെ വെള്ളം കുടിച്ചോളൂ കേട്ടോ. പിന്നെ വെള്ളത്തിന് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആവാനുള്ള കഴിവും കൂടി ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ്സും ഡ്രൈനെസ്സും ഒക്കെ ഇല്ലാതെ. ഈ സമ്മറിൽ ആ സ്കിൻ ഗോസ് ത്രൂ എ ലോട്ട്. വിയർപ്പും സൺ എക്സ്പോഷറും ഡീഹൈഡ്രേഷനും ഒക്കെ ആയിട്ട്. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് എ ലിറ്റിൽ കെയർ ഓഫ് അവർ സ്കിൻ ഡ്യൂറിങ്. ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാണ്. ഈ അഴുക്കും വേർപ്പും ഒക്കെ ആയിട്ട് ഓയിലും ഇതെല്ലാം കൂടി ആയിട്ട് ഈ സ്കിന്നിന്റെ പോഴ്സിന്റെ ഇടയിൽ ഇതെല്ലാം ക്ലോഗ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ക്ലെൻസിങ് നമ്മുടെ ഫേസിനെ ഫ്രഷ് ആക്കി വെക്കാനും ഈ ആക്നെ ഡൾനെസ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. ഈ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്. വീക്ക്ലി വൺസേ ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് ഡെഡ് സ്കിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്ക്രബ് ചെയ്യുന്നത് നിങ്ങൾക്ക് വർക്ക് ആവാറുണ്ടോ? എനിക്ക് വർക്ക് ആവാറുണ്ട് കേട്ടോ. ഫേസ് നല്ല സ്മൂത്തും ബ്രൈറ്റും ഒക്കെ ആവും. എനിക്ക് എവിടെയെങ്കിലും ഇപ്പം ഫംഗ്ഷനൊക്കെ പോവാണ്ടെങ്കിൽ പാക്സ് ഒന്നും ഇടാൻ പറ്റില്ല വെച്ചാൽ ഞാൻ ചുമ്മാ അത് സ്ക്രബ് ചെയ്തിട്ട് തലേന്ന് സ്ക്രബ് ചെയ്തിട്ട് പോവാറാണ്. ഉപ്സ്, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് മാത്രമാണ് ഈ കാര്യത്തിന് ഉണ്ടാവുന്നത്. ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. തേർഡ് സ്റ്റെപ്പ് എക്സസൈസ് ആണ്. ഐ നോ എല്ലാവർക്കും ശരീരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി സമ്മറിൽ. ബട്ട് ട്രസ്റ്റ് മീ, ദിസ് വിൽ ക്രിയേറ്റ് മാജിക്. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻ ഒക്കെ പുറത്ത് കളയാൻ സഹായിക്കും. നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും. ഐ ലവ് ഫാറ്റ് ബേൺ. പക്ഷേ വേദന മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. എന്നെ പോലെ എക്സസൈസിനെ ഒരേ സമയം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എക്സസൈസ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ അച്ചീവ് ചെയ്ത പോലെ തോന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണേ. ഹൈഡ്രേഷൻ ഇസ് എ ഗെയിം ചേഞ്ചർ. ഫോർത്ത് സ്റ്റെപ്പാണ് ഹെയർ കെയർ. നെവർ സ്കിപ്പ് ഓയിൽ മസാജ്. എന്റെ വീട്ടിൽ ഞാൻ കാച്ചിയ എണ്ണയാട്ടോ യൂസ് ചെയ്യാറ്. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാമേ. സാധാരണ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാട്ടോ തല കുളിക്കാറ്. പക്ഷേ ഈ സമ്മർ ആയാലേ നന്നായിട്ട് വേർക്കല്ലോ. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 3 തവണയെങ്കിലും തല കുടിക്കുക. ഇല്ലെങ്കിൽ ഈ അഴുക്കും വേർപ്പും ഒക്കെ കാരണം നമുക്ക് ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ ഉണ്ടാവും. ഓയിൽ അപ്ലൈ ചെയ്തിട്ടേ മസാജ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഓയിൽ മസാജ് നമ്മളെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മുടി കെട്ടി വെക്കും കേട്ടോ. ഒരു അരമണിക്കൂർ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാത്രമേ തല കഴുകി കളയുള്ളൂ. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബോഡി കെയർ. സമ്മറിൽ എനിക്ക് കുളിക്കാൻ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയുമോ? കാരണം നമുക്ക് ഈ തണുത്ത വെള്ളം ഇങ്ങനെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഒന്നാമത് നമ്മൾ ഈ വേർത്തിരിക്കല്ലേ. അപ്പോൾ നന്നായിട്ട് ആ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് തട്ടുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. വേനൽക്കാലത്ത് 2 തവണ മേല് കഴുകുന്നത് നല്ലതാട്ടോ. കാരണം നമ്മളിങ്ങനെ ടയേർഡായി പോവുമല്ലോ. അപ്പോൾ ഈ ഒരു കോൾഡ് ഷവറൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ ആ ഒരു എനർജീനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഞാനൊരു ഷാമ്പും പിന്നെ എൻ്റെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എണ്ണ തലയിൽ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് കഴുകി കളയാറുണ്ട്. ഇനി എൻ്റെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ കെയർ. ക്ലെൻസിങ്ങിന് ശേഷം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും. സോ ഒരു ടോണർ ആൻഡ് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യും. സ്കിൻ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? സൺസ്ക്രീൻ. നെവർ സ്കിപ്പ് സൺസ്ക്രീൻ. ബിക്കോസ് സൺസ്ക്രീൻ ആൻഡ് സമ്മർ ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്സ്. എക്സ്ട്രീം സമ്മറിൽ ഞാൻ SPF 50 ആണ് യൂസ് ചെയ്യാറ്. ഇത് സൺബേണിൽ നിന്നും സ്കിൻ ടാനിങ്ങിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്തോളൂ കേട്ടോ. ബോഡി മോയ്സ്ചറൈസർ ആയി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോഡി ബട്ടറും യൂസ് ചെയ്യും. ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുളിച്ച് ആ ഒരു നനവോട് കൂടിയിട്ട് മോയ്സ്ചറൈസർ പെരട്ടുന്നതാണ് കേട്ടോ നല്ലത്. ഒരു പെട്ടെന്ന് തന്നെ നമ്മളെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യും. ഐ നോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് മുടിക്ക് അത്ര നല്ലതല്ല. ബട്ട് ഇൻ സം കേസസ് നമുക്കത് അൺഅവോയ്ഡബിൾ ആണ്. സ്കിൻ കെയറിൽ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ടിൻഡഡ് ലിപ് ബാം. ഐ ലൈക്ക് ഇറ്റ്. സമ്മർ കെയറിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഗുഡ് ഹൈഡ്രേഷൻ ആൻഡ് ഗുഡ് ന്യൂട്രീഷൻ. യെസ്, സ്റ്റെപ്പ് നമ്പർ 6 ന്യൂട്രീഷൻ. നമ്മൾ ഇന്റേണലി കെയർ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേണലിയും പ്രതിഫലിക്കും. അതിന് വേണ്ടത് ഗുഡ് ന്യൂട്രീഷൻ ആണ്. സാധാരണ ഞാൻ ലൈറ്റ് ഫുഡ്സ് ആണ് കേട്ടോ സമ്മറിൽ കഴിക്കാറ്, ഇൻസ്റ്റെഡ് ഓഫ് ഹെവി മീൽസ് ആൻഡ് ഓയിലി ഫുഡ്സ്. ഡയറ്റിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തോളൂ. ഞാൻ ഇവിടെ വാട്ടർമെലനും ക്യുക്കുംബറും ആണ് എടുത്തത്. യൂഷ്വലി ഐ പ്രിഫർ സിസ്ലിൻ ഫ്രൂട്ട്സ്. ഐ ലവ് ഫ്രൂട്ട്സ്. നിങ്ങൾ എന്നെ പോലെ ഈ ഫുഡ് കഴിക്കുമ്പം ഡാൻസ് ചെയ്യാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ. ഐ തിങ്ക് ദാറ്റ്സ് ടോട്ടലി ഫൈൻ. നമുക്ക് വട്ടാണോന്ന് ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നാറില്ലേ?
ഡേ മൊത്തം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലെമൺ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ അത് ജസ്റ്റ് പിഴിഞ്ഞ് വെള്ളം ഒഴിക്കും. സോൾട്ട് ആൻഡ് ഷുഗർ ഓപ്ഷനിലാണ്, ഞാൻ ഇവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്ലെയിൻ വാട്ടർ മാത്രം കുടിക്കുന്നതിന് പകരം എന്തെങ്കിലും നാരങ്ങ വെള്ളം, മോര് വെള്ളം അല്ലെങ്കിൽ ഇളനീര് വേണമെങ്കിലും കുടിക്കാം. ഈ ലൈറ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നത് റിയലി മേക്ക് എ ഡിഫറൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ സമ്മറിൽ എനിക്ക് വേണ്ടി ചെയ്യുന്ന സെൽഫ് കെയർ. സമ്മറിൽ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാൻ എനിക്കിത് ഹെൽപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.